എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പും വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നോർമലി എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി എനിക്ക് ഒരുപാട് മേക്കപ്പ് ചെയ്യണത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഹെയർ എന്ത് ചെയ്താൽ കൊള്ളാമെന്ന് അറിയത്തില്ല, ഹെയർ കെട്ടിവെക്കാനായിട്ട് അറിയത്തില്ല, അപ്പൊ എന്ത് ചെയ്തിട്ടാൽ കൊള്ളായിരിക്കും. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വെറുതെ നമ്മുടെ ഈ ഒരു ഹെയർ നമ്മൾ ഫ്രണ്ടിലോട്ടോ സൈഡിലോട്ടോ ഇട്ടാലും വലിയ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ഹെയറിൽ തന്നെ ഒരു ട്രാൻസിഷൻ ലുക്ക് മീൻസ് ഹെയറിന്റെ ടെക്സ്ചറും ചെറുതായിട്ടൊന്ന് മാറ്റി നമുക്ക് നമ്മുടെ ഹെയർ കളറൊക്കെ ചെയ്ത് ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇനി ഇട്ടിട്ട് പോയിരുന്നാലും ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര സിമ്പിൾ ലുക്കും ആയിരിക്കും. നമുക്ക് ഈ ക്ലയന്റ് എന്ന് പറയുന്നത് ആള് ഒരു ഓഫീസ് ലുക്കിന്റെ ഒരു മേക്ക് ഓവർ തന്നെയാണ് ഉദ്ദേശിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പുള്ളിക്കാരിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹെയർ വന്നിട്ട് ഒരു ചെറിയൊരു പോളിഷിങ്ങും ചെയ്ത് നമ്മുടെ ഹെയറിൽ ഒരു കളറൊക്കെ ചെയ്തിട്ട് അന്ന് ആൾക്ക് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളേഴ്സ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഒരു ഓംബ്രെ അല്ലെങ്കിൽ ഒരു ബൈലേജ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ. അപ്പോൾ ഞങ്ങൾ എന്താ പറയാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. മിക്കവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിൽ ഭയങ്കര ഡ്രൈ ഔട്ട് ആവും, പിന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ആവും എന്നൊക്കെ. പക്ഷെ നമുക്ക് അങ്ങനെ ഡാമേജ് ഒന്നും ആവത്തില്ല. നമ്മുടെ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹെയർ ഡാമേജ് ആവത്തില്ല. പിന്നെ അത് പോയിട്ട് നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴായാലും നമ്മൾ കണ്ണാടിയുടെ മുമ്പേ ചെന്ന് നിന്നിട്ട് അയ്യോ ഇന്ന് ഏത് സ്റ്റൈല് ചെയ്യാൻ, ഒരു സൈഡ് ഇട്ടാൽ കൊള്ളാമോ, കെട്ടി വെച്ചാൽ കൊള്ളാമോ, പെട്ടെന്നൊരു എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇട്ടാലും ഭംഗി വരുന്നുള്ളൊരു കളറാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ഈ ക്ലയന്റിനെ നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഒരു സിമ്പിൾ ലുക്കാണ്. ഇപ്പൊ ഇതൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കൊരു ബിഫോർ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പൊ ആൾക്ക് തന്നെ എന്തൊരു ലുക്കിൽ എത്രത്തോളം ചേഞ്ച് വരും എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. അപ്പൊ നമ്മുടെ കളറിങ് ഫിനിഷ് ആയിട്ടുണ്ട്. അതിൽ ചെറിയൊരു ടെക്സ്ചറും പിന്നെ ഒരു സ്മൂത്ത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിഷിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ കളർ വന്ന ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എനിക്കൊരു എന്താ പറയുക ചോക്ലേറ്റ് ബ്രൗൺ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓൾറെഡി നേരത്തെ ഉള്ളൊരു ടിൻ്റ് ആയിട്ടുള്ള ഒരു കളർ കിടപ്പുണ്ടായിരുന്നു, അത് അങ്ങനെ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് വന്നത്. ഇപ്പം ആൾക്ക് ഏതൊരു ഹെയർ സ്റ്റൈൽ അല്ലേ വെറുതെ ഇങ്ങനെ ഇട്ടാലും കുറച്ച് ഭംഗിയായിട്ടുള്ള ഒരു ഫീലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ ഏത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടോ ഇങ്ങനെയൊക്കെ വെച്ചാലും ഒരു രസമാണ്. കാരണം ഇവിടെ ഒരു ക്ലിപ്പ് ഇങ്ങനെ വെച്ചിരുന്നാലും കണ്ടോ അതൊരു സ്റ്റൈലാവും. കാരണം അതിങ്ങനെ കളറിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർസിന് ഒരു ഹൈലൈറ്റ് പോലത്തെ ഒരു ഫീൽ വരും. മീൻസ് ഒരു ഏത് ഡിസൈൻ ചെയ്താലും പെട്ടെന്ന് തന്നെ നമുക്ക് ചേരും. ഒരു ചെറിയൊരു ക്ലിപ്പ് വെച്ചാലും ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. താങ്ക് യു.